പ്രണയസഖി ഭാഗം 15. എനിക്കൊന്ന് ആലോചിക്കണം. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്കൊടുവിൽ അവൾ മറുപടി പറഞ്ഞു. അവനിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടുക, അതുമാത്രമായിരുന്നു അവളുടെ മനസ്സിലപ്പോൾ. മുന്നിൽ നിൽക്കുന്നത് താൻ സ്നേഹിച്ച കിരണേ അല്ലെന്ന് അവൾക്ക് തോന്നി. അവൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് അവൻ്റെ മാറ്റം അവൾക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു ഇതിനോടകം. ഒപ്പം എന്തൊക്കെയോ സംശയങ്ങളും. നീ തന്നെയാ എൻ്റെ ഈ മാറ്റത്തിന് കാരണം. ഒട്ടും പോലും കാത്തിരിക്കാതെ നീ അവൻ്റെ താലിക്ക് മുന്നിൽ എന്നെ മറന്ന് കഴുത്ത് നീട്ടി കഴുത്തില്ലേ? എല്ലാവരുടെയും മുന്നിൽ കോമാളിയായത് ഞാനാണ്. ഇല്ലാതായത് എൻ്റെ ജീവിതമാണ്. പൂജ ഞെട്ടലോടെ അവൻ പറയുന്നതൊക്കെ കേട്ടു നിന്നു. പക്ഷേ അവളുടെ ഉള്ളിലൂടെ കല്യാണത്തിനന്ന് രാവിലെ വരെ താൻ അവന് വേണ്ടി കാത്തിരുന്നതും അവനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന അപമാനവും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും വെറുപ്പ് നിറഞ്ഞ നോട്ടവും സംസാരവുമൊക്കെ തെളിഞ്ഞു വന്നു. ഒരു നിമിഷം അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നിപ്പോയി. ഒരേ സമയം പൂജ എല്ലാവർക്കും വെറുക്കപ്പെട്ടവളായി മാറിയത് ഇവൻ കൂടി കാരണമല്ലേ? എന്നിട്ട് ഇപ്പോൾ അവൻ പറയുന്നത് കേട്ടാൽ ഞാൻ മാത്രമാണ് എല്ലാത്തിനും കാരണമെന്നല്ലേ? കൂടെ നിൽക്കേണ്ട സമയങ്ങളിൽ അവൻ ഇങ്ങോട്ടോ മറിഞ്ഞു നിന്നിട്ട് ഒടുക്കം എല്ലാം കഴിഞ്ഞപ്പോൾ ഇങ്ങ് വന്ന് നിന്നിട്ട് ഓരോന്ന് ചോദിച്ചാൽ? ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല പൂജ. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. പൂജയെ എങ്ങനെയും തൻ്റെ വരുതിയിലാക്കുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് അവൻ പറഞ്ഞത്. പൂജയൊന്നും മിണ്ടിയില്ല. ഒരു നിമിഷം കൊണ്ട് അവളുടെ മനസ്സാകെ ശൂന്യമായി പോയിരുന്നു. ദേഷ്യം കടിച്ചമർത്തി ഭയം നിറഞ്ഞ നെഞ്ചുമായി ആ 4 ചുരുമകൾക്കുള്ളിൽ അവനൊപ്പം നിൽക്കുമ്പോൾ ഏത് നിമിഷവും ആരെങ്കിലും വന്ന് വിളിക്കുമെന്നുള്ള ചിന്ത അവളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നു. ഞാനിപ്പോൾ പോകാം. നിന്റെ മറുപടി ഞാൻ വിളിക്കുമ്പോൾ പറഞ്ഞാൽ മതി. അവൾ കഴുത്തേക്ക് ചെന്ന് അവളുടെ കവിളിൽ കൈവെക്കാൻ തുനിഞ്ഞതും അവൾ അത് തടയാനെന്നോണം സൈഡിലേക്ക് മാറി നിന്നു. ഓ, ഞാൻ ഇത്രയ്ക്ക് അന്യനായോ നിനക്ക്? പ്ലീസ് ഒന്ന് പോ, അയാളിപ്പോൾ വരും. പൂജ കെഞ്ചിക്കൊണ്ട് പറഞ്ഞതും കിരൺ പെട്ടെന്ന് വാതിലിന് മലക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ എങ്ങനെയാണ് ഇതിനകത്ത് കയറിയതെന്നോ തിരികെ എങ്ങനെയാണ് പോകുന്നതെന്നോ അവൾ ആലോചിക്കാനേ പോയില്ല. എങ്ങനെയും അവനെ പറഞ്ഞു വിടുക, അവൻ ഇവിടെ ആരുടെയും കണ്ണിൽ പെടാതെ പോയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊന്നും അവളെ ബാധിക്കുന്നതല്ലായിരുന്നു. മോനെ, ഇപ്പോൾ ആരെങ്കിലും ഗേറ്റ് കടന്നു പോയോ? ആരോ ഇറങ്ങിപ്പോയതുപോലെ. ഇങ്ങോട്ടാരും വന്നിട്ടുമില്ല. മോളി പെട്ടെന്ന് എന്തോ ഓർത്തെടുക്കാൻ ശ്രമിച്ചു പറഞ്ഞതും ഗൗതം പുറത്തേക്ക് നോക്കി. ചേച്ചി കണ്ടോ? അതോ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടോ? ആളെ കണ്ടില്ല, പക്ഷേ ഷർട്ട് പോലെ എന്തോ പെട്ടെന്ന് അങ്ങോട്ട് മാറുന്നത് കണ്ടു. ആരെങ്കിലും വന്നതാണെങ്കിൽ കാണണ്ടേ? ഇതാ അങ്ങനെ വന്നിട്ടില്ല. മോളി തൻ്റെ സംശയങ്ങളെല്ലാം അവനോട് പറഞ്ഞതും ഗൗതം അതുവഴി അടുക്കളയിലേക്ക് പോകുന്ന പൂജയെ നോക്കി. അവളുടെ പിന്നാലെ അവൻ്റെ കണ്ണുകൾ ചലിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുന്ന ഗൗതമിൻ്റെ ഭാഗത്തേക്ക് നോക്കുക പോലും ചെയ്യാതെ കുറച്ച് വേഗത്തിൽ അടുക്കളയിലേക്ക് കടന്നവൾ. ആ നടത്തത്തിൽ അവളിൽ അവൻ്റെ സംശയത്തിന് നിഴൽ പൂർണ്ണമായും വീണു കഴിഞ്ഞിരുന്നു. കുഞ്ഞെ, ഞാൻ എന്നാൽ അടുക്കളയിലേക്ക് പൊക്കോട്ടെ. ചിലപ്പോൾ ആരെങ്കിലും മുറ്റത്ത് വന്നിട്ട് പോയതാകും. മോളി അത്രയും പറഞ്ഞിട്ട് അകത്തേക്ക് പോകുമ്പോൾ ഗൗതം ആലോചനയോട് ചെന്നു. കഴിഞ്ഞതൊക്കെ മറന്ന് നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിയവനാണ് ഞാൻ. ആ എന്നെ നീ ചതിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ ഇത് ഗൗതമിൻ്റെ മറ്റൊരു മുഖം നീ കാണും. ഗൗതം കടപ്പല് ഞെരിച്ചു പറഞ്ഞു. പൂജയ്ക്ക് മുറിയിലിരുന്നിട്ട് ഇരിക്കപ്പുറതിയില്ലായിരുന്നു. കിരൺ ഇവിടെ വന്നു പോയ കാര്യം ഗൗതം അറിഞ്ഞാലുള്ള അവസ്ഥയോർത്തിട്ട് അവൾക്ക് ദേഹം തളരുന്നുണ്ടായിരുന്നു. അവൻ എന്ത് ധൈര്യത്തിലാണ് ഇവിടേക്ക് കയറി വന്നത്? ആലോചിക്കുമ്പോൾ ഇപ്പോഴും വിറയിൽ മാറുന്നില്ല. മോളി ചേച്ചിക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. അതവർ ഗൗതമിനോട് പറയുകയും ചെയ്തു. കിരൺ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ഇപ്പോൾ ഓരോന്ന് കാണിക്കുന്നതും പറയുന്നതും. അവൻ്റെ ഉള്ളിൽ എന്തോ വാശിയുണ്ട്. ആ വാശിക്ക് അവൻ ഉദ്ദേശിക്കുന്ന പോലെ ഓരോന്ന് ചെയ്യുകയാണ്. ഇത് അപകടമാണ്. ഒരുപാട് സൂക്ഷിക്കണം. പൂജയ്ക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിയുമില്ലായിരുന്നു. കിരണിൻ്റെ കാര്യം ആരോടെങ്കിലും പറയാമെന്ന് വെച്ചാൽ ആരോട് പറയും? അവനെ ഒരേ സമയം ജീവനതുല്യം സ്നേഹിച്ചതാണെങ്കിലും ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. മറ്റൊരാളുടെ ഭാര്യയാണ് ഞാൻ. ആ ചിന്ത തന്നെ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റിലേക്ക് പോകാതെ എന്നെ പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. ഒരു നിമിഷം അവളുടെ മനസ്സിലേക്ക് കിരൺ തന്നെ റൂമിൽ കയറി പിടിച്ചത് ഓർമ്മ വന്നു. ആ സമയം വല്ലാത്ത ദേഷ്യവും നിസ്സഹായാവസ്ഥയും ഒക്കെയായിരുന്നു. എങ്ങനെയും അവൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടണമെന്ന് മാത്രമായിരുന്നു മനസ്സിലെ ചിന്ത. അവനെ എത്ര കണ്ട് സ്നേഹിച്ചതാണ്. അവനെ കാത്തിരുന്ന് എത്ര ദിവസങ്ങൾ ഒരു മുറിക്കുള്ളിൽ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. അന്നൊന്നും അവൻ വന്നില്ല. എന്നിട്ടിപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ വെറുപ്പ് തോന്നുന്നു. അവനെ തിരിച്ചറിഞ്ഞതിൽ മനസ്സിലാക്കിയതിലൊക്കെ എനിക്ക് തെറ്റുപറ്റിയെന്ന് തോന്നുന്നു. മറ്റൊരാളുടെ ഭാര്യയായി കഴിഞ്ഞപ്പോൾ ആണോ അവൻ എന്നെ വേണമെന്ന് തോന്നിയത്? എന്നെ കൂടെ കൂട്ടാനുള്ള ധൈര്യമുണ്ടായത്? പൂജയുടെ മുഖത്തൊരു പുച്ഛം നിറഞ്ഞു. പൂജ! പെട്ടെന്നുള്ള വിളി കേട്ട് ഞെട്ടലോടെ പൂജ ചാടി എണീറ്റു. ഗൗതം എന്തെങ്കിലും അറിഞ്ഞിട്ടുള്ള വിളിയാണോന്നുള്ള ഭയം അവളെ കാർന്നു തിന്നു. എന്താ, നീ പേടിച്ചു പോയോ? അവൾക്കടുത്തേക്ക് നടന്നു വരുന്നവൻ്റെ കണ്ണുകളിൽ നിറയുന്ന സംശയം
അവളെ പേടിപ്പെടുത്തുന്നുണ്ടായിരുന്നു. എന്താടി, ഞാനല്ലാതെ ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ? അതോ നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? അത്രയ്ക്ക് സംശയമാണെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം, അല്ലെങ്കിൽ നമുക്ക് ഡിവോഴ്സ് ചെയ്യാം, സഹികെട്ട് അവൾ പറഞ്ഞു. ഗൗതം കൂടി ഇങ്ങനെ പെരുമാറുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആദ്യമൊക്കെ അവൻ എന്തു പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവനും കൂടി ഓരോന്ന് പറയുന്നത് കേട്ട് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആരെങ്കിലും തന്നെ ഒന്ന് കേൾക്കാനുണ്ടായിരുന്നെങ്കിലെന്ന് അവൾ ആഗ്രഹിച്ചു പോയി. ഓഹോ, അപ്പോൾ നിനക്ക് ഡിവോഴ്സ് വേണം. എന്നിട്ടെന്തിനാ? കുറച്ച് സമാധാനത്തോടെ ജീവിക്കാൻ, കൈകൂപ്പി പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയവൾ. നിനക്ക് ഞാൻ തരാടി സമാധാനം. അവൾ പോയി വഴിയെ നോക്കി മനസ്സിൽ പറഞ്ഞവൻ അവളോട് എന്തൊക്കെയോ ചോദിക്കാൻ വന്നതാണ്. അതിൽ നിന്ന് അവൾ വിദഗ്ധയായി ഒഴിഞ്ഞു മാറിയതിൻ്റെ അമർഷമുണ്ട് അവനിൽ. നിനക്കുറപ്പാണോ സജി അത് കിരൺ തന്നെയാണെന്ന്? സജി വന്ന് പറഞ്ഞതൊക്കെ കേട്ട് ദേഷ്യം നിറഞ്ഞ മുഖത്തോടെ നിൽക്കുന്നവനെ കണ്ട് സജിക്ക് തോന്നി അവനോട് ഒന്നും പറയേണ്ടിയില്ലെന്ന്. സജി, ഞാൻ നിന്നോടാ ചോദിക്കുന്നേ. വെറും സംശയം മാത്രമാണോ അതോ സത്യമാണോ എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഗൗതം അവനോട് ആവർത്തിച്ച് ചോദിക്കുന്നത്. എടാ, നീ വഴക്കിനൊന്നും പോകരുത്. അതിനോട് സത്യം എന്താണെന്ന്? ഗൗതം പെടുന്നനെ കൈയോർത്തി സജിയെ തടഞ്ഞു. ഇതിൽ കൂടുതൽ എന്ത് സത്യമാണ്? മോള് ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ കരുതി മറ്റാരോ ആണെന്ന്. ചിലപ്പോൾ ആരെയും മുറ്റത്ത് വരെ വന്നിട്ട് അകത്തുനിന്നും ആരെയും കാണാതെ ഗേറ്റ് കടന്ന് തിരികെ പോയപ്പോൾ അവരെ ചേച്ചി കണ്ടതാണെന്ന്. ഗൗതമിൻ്റെ മുഖം വല്ലാതെ ചുമന്നിരുന്നു അത് പറയുമ്പോൾ. ഒന്നും വെറും സംശയമായിരുന്നില്ല. സത്യങ്ങൾ പലതും മറന്നേക്ക് പുറത്തു വരുന്നത് കണ്ടില്ലേ? ഇനി എനിക്കറിയാം എന്തു വേണമെന്ന്. ഗൗതം എണീറ്റ് പോകുന്നവനെ പിന്നിൽ നിന്ന് സജി വിളിച്ചെങ്കിലും അവനത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ നടന്നു നീങ്ങിയിരുന്നു. സജിക്ക് ഒരു നിമിഷം താൻ അവനോട് കിരൺ അവൻ്റെ വീട്ടിൽ നിന്ന് വന്ന് പോയ കാര്യം പറഞ്ഞത് തെറ്റായി പോയെന്ന് തോന്നി. 1-2 വട്ടം ആലോചിച്ചാണ് അവനോട് പറയണോ വേണ്ടയോ എന്ന്. ഗൗതമിനെ കാണാനായി അവൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് കിരൺ അവൻ്റെ വീടിൻ്റെ ഗേറ്റ് കടന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടത്. അവൻ എന്തായാലും രഹസ്യമായി വന്നതാണെന്ന് ഉറപ്പായിരുന്നു. അല്ലാതെ അവൻ ഒരിക്കലും നേരായ മാർഗത്തിൽ അവിടേക്ക് കയറി ചെല്ലില്ല. അവൻ പെട്ടെന്ന് മുഖം മറച്ച് പോവുകയും ചെയ്തു. അത് തൻ്റെ സംശയം കൂട്ടുകയാണ് ചെയ്തത്. പൂജ വിളിച്ചിട്ടാണ് അവൻ വന്നതെങ്കിൽ അവൾ തൻ്റെ ഗൗതമിനെ ചതിക്കുകയാണെന്ന് തോന്നിയിട്ടാണ് അവനോട് കാര്യങ്ങൾ പറഞ്ഞത്. കുറേ തവണ ആലോചിച്ചു അവസാനം പറയാമെന്ന് കരുതി. അവനെ ചതിക്കാൻ ആരെയും സമ്മതിക്കില്ല. അങ്ങനെ വെച്ച് പറഞ്ഞത് പ്രശ്നമാകുമോ എന്നൊരു പേടി. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അവൻ വീട്ടിൽ പോയി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ കുഴപ്പങ്ങൾ ഒപ്പിക്കുമോ? സജി അവൻ പോയ വഴിയെ നോക്കി മനസ്സിൽ പറഞ്ഞു. അവന് ചെറിയ ടെൻഷനായി തുടങ്ങിയിരുന്നു. നിലത്തേക്ക് പ്ലേറ്റും അതിലെ ചോറും കറിയുമെല്ലാം തെറിച്ചു വീണതും പൂജ ഞെട്ടിയിരുന്നിടത്ത് നിന്ന് ചാടി എണീറ്റു. എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവാതെ ഡൈനിങ് ടേബിളിന് മുന്നിൽ നിന്ന് കഴിച്ചുകൊണ്ടിരുന്നവരും ഗൗതമിൻ്റെ പ്രവൃത്തി കണ്ട് പകച്ചു പോയിരുന്നു. ഗൗതം, അമ്മ മിണ്ടരുത്. അവൻ പൂജയെ നോക്കി ആശയോടായി പറഞ്ഞതും അവൻ്റെ കണ്ണിലെ തീയിൽ താൻ വെന്തുരുക്കി പോകും പോലെ തോന്നി പൂജയ്ക്ക്. അവനെന്തോ അറിഞ്ഞിട്ടുള്ള വരവാണെന്ന് മനസ്സിലാക്കാൻ ഇനിയൊന്നും വേണ്ടിയിരുന്നില്ല അവൾക്ക്. നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ? മതിയടി നിൻ്റെ ഇവിടുത്തെ പൊറുതി. എൻ്റെ ചോറ് തിന്നിട്ട് എനിക്കിട്ട് തന്നെ ഉണ്ടാക്കിയില്ലേ നീ? തല കുനിച്ച് നിൽക്കുന്ന പൂജയ്ക്കടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവളെ ഒരു പൂച്ചക്കുഞ്ഞിനെ എന്ന പോലെ വലിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി. കണ്ടു നിൽക്കുന്നവർക്ക് അവൻ എന്താ ചെയ്യാൻ പോകുന്നുള്ള അന്താളിപ്പോടെ അങ്ങനെ നിന്നുപോയി. റൂമിലേക്ക് കൊണ്ടുപോയി അവളെ നിലത്തേക്ക് കുടഞ്ഞെറിഞ്ഞ് റൂമിലെ വാതിൽ വലിച്ചടച്ചവൻ. നിലത്തേക്ക് വീണുപോയ പൂജ പതിയെ എഴുന്നേറ്റ് ഇരിക്കാൻ നോക്കിയതും ഗൗതമിൻ്റെ കൈ അവളുടെ കവിളിൽ പതിഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നവൾക്ക്. കവിളിൽ വല്ലാത്തൊരു മരവിപ്പ്, എല്ലൊക്കെ പൊടിഞ്ഞു പോകുന്നതുപോലെ. പൂജയ്ക്ക് വാ തുറക്കാൻ പ്രയാസം തോന്നി. പറയടി, നിന്നെ കാണാൻ ഇന്നും അവൻ വന്നു? പൂജയുടെ ഇരുതോളിലും പിടിച്ച് ശക്തമായി കുലുക്കിക്കൊണ്ട് അവൻ വല്ലാത്തൊരു ദേഷ്യത്തിലും പകയിലും ചോദിക്കുമ്പോൾ പൂജയ്ക്ക് ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റുന്നില്ലായിരുന്നു. കിരൺ ഇവിടെ വന്ന കാര്യം ഗൗതം അറിഞ്ഞിരിക്കുന്നു. ഇനി എന്തു പറഞ്ഞാലും അവൻ വിശ്വസിക്കില്ല. എല്ലാം ഇവിടം കൊണ്ട് അവസാനിച്ചിരിക്കുന്നു. ഇവിടെയുള്ള എല്ലാവരും എന്നെ മോശക്കാരിയായി കാണും. ഇന്ന് രാവിലെ കൂടി വിളിച്ചു തന്നെ ഭീഷണിപ്പെടുത്തും പോലെ സംസാരിച്ച കിരണിൻ്റെ മുഖം അവളുടെ മനസ്സിലേക്ക് വന്നതും അവൾക്ക് ഈ നിമിഷം മരിക്കാൻ തോന്നി. അറിഞ്ഞോ അറിയാതെയോ ഒരാളെ സ്നേഹിച്ചു പോയതിൻ്റെ പേരിൽ ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ ഒന്നുമില്ലെന്ന് അവൾക്ക് തോന്നി. അത്രത്തോളം മടുത്തു വെറുത്തു പോകുന്നു ഈ ജീവിതം. പറയടി. ഒന്നും മിണ്ടാതെ നിൽക്കുന്നവളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവൻ ചോദിച്ചു. എനിക്കറിയില്ല. ഞാൻ ആരെയും വിളിച്ചിട്ടില്ല ഇവിടേക്ക്. എനിക്കതേപ്പറ്റി അറിയുകയുമില്ല. അവളുടെ കണ്ണുകളിൽ ആകെ ഒരു നിസ്സംഗതയായിരുന്നു. ഇതിൽ കൂടുതൽ ഇനി ഒന്നും സംഭവിക്കാനില്ലാത്തതുപോലെ. ഇനി മുന്നോട്ട് എങ്ങനെയാണ് തൻ്റെ ജീവിതം എന്ന് അവൾക്ക് ഏകദേശം ഒരു ധാരണയുണ്ടായിരുന്നു. തുടരും. അടുത്ത പാട്ട് നാളെ ഇടാം.
വായിക്കുന്നവർ കമൻ്റ് ഇടണം. താങ്ക് യു.